വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എവിടെ നിൽക്കണമെന്ന് അറിയോ? നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൻ്റെ എൻ്റെ കണ്ണിൽ ചുവപ്പ് വന്നിക്കണം അല്ലേ. ചേട്ടൻ്റെ വീട്ടിൻ്റെ ബാക്കിലാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ ഫ്രണ്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതെ, അപ്പോൾ അതിൻ്റെ തൊടി കണ്ടോ? നമ്മുടെ കൂടെ വേറൊരു താത്തയും കൂടി ഉണ്ട്. മോളിൽ കാണിക്കട്ടെ. മോളിൽ ആരാണ്? കണ്ട അതിൻ്റെ അതില് ഹായ് പറ. മോളില് നിൽക്കണം. നിന്നെ എനിക്ക് ഇതിൽ കൂടെ കാണില്ല കേട്ടാ. നോക്കട്ടെ, കാണാൻ പറ്റുമോ നോക്കട്ടെ. നിന്നെ ഇതിൽ കണ്ടോ? വീഡിയോയിൽ കണ്ടോ? ഉറുമ്പാ. പക്ഷെ ഇവിടെ നിന്ന് നോക്കിയാ കാണുന്നത് മൊത്തം കാടാണ് അല്ലേ. ഇരുമ്പാമ്പുളിയൊക്കെ എന്തായി? ഇതെന്താ നിക്കണ? ഒരെണ്ണം വലിച്ച് കടിക്കാ. അതാ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. തണുപ്പാണ്. ഇത് മരമാണ് നിറയെ ഇരുമ്പാമ്പുളിയാണ് കണ്ടാ. തണുപ്പാണ് കഴിക്കാം. എന്താ അറിയില്ല അത്. ഇതാ സംഭവം. കടിച്ചു നോക്കാം. എന്താ ജമ്മേ, എന്താ പുളിപ്പ്. നല്ലോ ഊസിപ്പോ. വലിച്ചോളൂ. ഇതാണ് കേട്ടോ ഇരുമ്പാമ്പളി. ഇവിടെ നിറയെ മരത്തിൽ നിറയെ ഉണ്ട്. ചേട്ടൻ്റെ ബാക്കിൽ നടക്ക് ഇരുമ്പാമ്പളി. എന്താ പുളിപ്പ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വീട്ടിന് പുറത്തുള്ളൊരു ഹോം ടൂർ ആട്ടോ. അപ്പം ഭയങ്കരമായ തൊടിയാണ്. ഇതറിഞ്ഞിട്ട് അടുത്തുണ്ട്. ഇതിൻ്റെ വീട്ടിൻ്റെ ബാക്കും സൈഡും നമ്മുടെ വീടാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കാണിച്ചു കൊടുത്തില്ല അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ നമ്മുടെ നമ്മുടെ ഇവിടെ ഒരു കനാലുണ്ട് കേട്ടോ. അവൾ ഓടൊന്നുമില്ല. അത് നമ്മുടെ കനാലിൽ പോകട്ടെ. അതാണ് നമ്മുടെ കനാല്. ഇരുമ്പാമ്പുളി ആള് സൂപ്പറാണ് കേട്ടോ. നമ്മുടെ കനാലൊക്കെ ഉണങ്ങി കിടക്കുക കേട്ടോ. എന്താ രണ്ട് ഭാഗം ഉണങ്ങി കിടക്കുകയാണ്. അതല്ല, കുന്നിൻ്റെ ഇല വേറെയാണ്. ഞാൻ അമ്മമ്മ വന്നിട്ട് വലിക്കാം. നമ്മൾ നേരെ ഇനി പാടത്ത് കേട്ടോ ഇറങ്ങാൻ പോകണം, കണ്ടത്തേക്ക്. അപ്പോൾ നമ്മളിതാ ഇറക്കത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അറ്റത്തേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ നേരെ കുട്ടികളും ഞങ്ങളൊക്കെ വരും അപ്പോൾ അവൻ പട്ടം പറപ്പിക്കണം കേട്ടോ. അവൻ്റെ റൈസിൻ്റെ കൂട്ടുകാരന് പട്ടം പഠിപ്പിക്കണേ. പിന്നെ നമ്മുടെ എന്താണ് കൊയ്യണ മെഷീൻ ഉണ്ട് കേട്ടോ. അവിടെ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. പൊട്ടിയാ അവിടെ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടം. ശൈലത്താത്ത ഹായ് പറീ. അപ്പോൾ ഇവിടെ നല്ല സുഖം കേട്ടോ, കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ. പിന്നെ ഇങ്ങനെ നമ്മുടെ തങ്കമാണ് കേട്ടോ അവിടെ കാണുന്നത്. നമ്മുടെ റോക്കറ്റ് പോയിക്കണടി. പിന്നെ ഇത് കണ്ടോ, മിഷീൻ ഇങ്ങനെ കെട്ടാക്കിയിട്ട് മിഷീൻ ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? വരി മിഷീൻ. എന്താ സൂര്യൻ നോക്കി അസ്തമിക്കണം. പിന്നെ നമ്മുടെ ഈ കെട്ട് കണ്ടോ, പ്രത്യേകത കണ്ടോ ഈ കെട്ടിന്. ഇത് വന്നിട്ട് ഇങ്ങനെ കെട്ടാക്കിയിട്ട് ഇടും. ഓരോരോ കെട്ടുകളാക്കിയിട്ട് ഇങ്ങനെ ഇടും കേട്ടോ. അത് തിരിക്കുന്ന മെഷീൻ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇന്നലെ വീടൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ ഫോൺ എടുക്കാണ്ട് വന്നാൽ തന്നെ. അപ്പോൾ അങ്ങനെ കെട്ടുകളാക്കിയിട്ട് ഇങ്ങനെ ഇടും. ഇത് ഒരു കെട്ട് 35 രൂപയ്ക്ക് അത്ര അവർ കൊടുക്കുക. അധികം വിലയില്ല കേട്ടോ വൈക്കോലിന്. പിന്നെ നമ്മുടെ ചർണാംകുറിശി അങ്ങനെ കാണാതെ ചർണാംകുറിശിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വട്ടം ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ സ്ഥലം ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ നമ്മുടെ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ പാലക്കാടിൻ്റെ പച്ചവർണ്ണം പഞ്ചവർണ്ണം ഇങ്ങനെയാണ് സംഭവം. നമ്മുടെ താത്തയുണ്ട്. നമ്മുടെ തെങ്ങ് റോക്കറ്റ് പോയിക്കുന്നു. എന്തായി പട്ട പൊട്ടിയാ? നമ്മുടെ താത്തയുണ്ട്. കുറെ ആയിട്ടുണ്ടാവും പിടിക്കുന്നു. അതിന്റെ പട്ടം കാണിച്ചു കൊടുക്കും. പട്ടം പൊട്ടിയാ? എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോണ കണ്ടോ റിൻഷി. അവളൊന്നും കാട്ടില്ല. അവൾ ഒത്തിരി കളിക്കട്ടെ. നമ്മുടെ പാത്തുക്കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പറമ്പിൽ. അപ്പോൾ ഇവിടെ എന്താണ് കൊയ്യൽ മെഷീൻ വന്ന് പകുതിയൊക്കെ കൊയ്തിട്ട് പോയി. ഇനി ബാക്കി കൂടി കൊയ്യാനുണ്ട് കേട്ടോ. അവരവിടെ പട്ടത്തിൻ്റെ എന്തോ പരിപാടിയിലാണ് കുട്ടികളൊക്കെ. നമുക്കിവിടെ ഇരിക്കാം അല്ലേ. അവൻ പട്ടം പറപ്പിക്കണം നോക്ക്. നൂല് തോനെ കൊണ്ടുവരണ്ടേ.
പറക്കണുണ്ട് അല്ലേ? നെല്ലൊക്കെ കിട്ടുട്ടോ അവിടെ വന്നാ കതിര്. കളിക്കലില്ലേ? ഓടി കളിച്ചാ കൊറ്റികൾ പറക്കും നോക്കാടാ. നൂലുണ്ടെങ്കിൽ ഇഞ്ഞു ആയിട്ടീ പോവും. അവിടെ കൊയ്യണ മെഷീൻ ഉണ്ട് കേട്ടോ അവിടെ. അതാണ്ടാ കൊയ്യണ മെഷീൻ. കൊയ്യണ മെഷീൻ ഉണ്ട് അവിടെ. വലിയ നൂല് കെട്ടി കൊടുക്കാം. നമ്മൾ വന്ന വഴി ഇതാട്ടോ. അപ്പോൾ വൈകുന്നേരം ഞങ്ങളിങ്ങനെ കടിയും ചായയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ വന്ന് ഇങ്ങനെ കാറ്റ് കൊള്ളും. പിന്നെ അവിടെ കൊയ്യുന്ന മെഷീൻ ഉണ്ട്, അത് നോക്കും. പിന്നെ ഇന്നലെ ഇവിടെ ഇങ്ങനെ കെട്ടുന്ന മെഷീൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ചുറ്റിയിട്ട് കെട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കും. നമ്മുടെ ചർണാകുറിശിയാണ് കാണുന്നത്. ഫാത്തിമ അങ്ങനെ ഓട് നല്ല സുഖമാണ് കേട്ടോ അവിടെ കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത് അത്രയാണേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെല്ലൊക്കെ ഇങ്ങനെ കടിച്ച് കേട്ടോ. കൊയ്യണ മെഷീന് കണ്ടങ്ങളൊക്കെ കൊയ്തിട്ട് പോയി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ കൂട്ടുകാരെ. പോയിട്ട്